കേരളത്തിൽ EK നായനാർ 1987 മുതൽ അദ്ദേഹത്തിൻ്റെ മരണം വരെ അദ്ദേഹം പറഞ്ഞിരുന്നത് ഇവിടെ താമരയൊന്നും വിരിയില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതിന് കാരണം ഇവിടെ LDFും UDFും മാത്രമേ ഉള്ളൂ, BJPക്ക് ഒരു സ്പേസ് ഇല്ല എന്നുള്ളതാണ്. പക്ഷേ ആ സ്പേസ് ഉണ്ടാക്കി കൊടുത്തത് കോൺഗ്രസ് ആണ്, മാർക്സിസ്റ്റ് പാർട്ടിയാണ്. കാരണം ഇവരുടെ ഈ വർഗീയ പ്രീണന നയം കൊണ്ട്, വർഷങ്ങളായി വരുന്ന വർഗീയ പ്രീണന നയം കൊണ്ട് ഹിന്ദുക്കൾ മാറ്റി ചിന്തിച്ചത് കൊണ്ട് മാത്രമാണ് BJPക്ക് ഇത്രയും മുന്നേറ്റം ഉണ്ടാകുന്നത്. അത് പ്രത്യേകിച്ച് നരേന്ദ്രമോദി വന്നതിന് ശേഷം ആ ചിന്ത വളരെ കൂട്ടുന്നതിന് അദ്ദേഹം കേരളത്തിലുടനീളം സഞ്ചരിക്കുകയും അദ്ദേഹം ഈ ആശയം കൂടുതൽ ജനങ്ങളിലേക്ക് പ്രചരിപ്പിക്കുകയും ചെയ്തപ്പോൾ ജനങ്ങൾക്ക് തോന്നിത്തുടങ്ങി, ഒരു മൂന്നാം മുന്നണി നമുക്ക് ആവശ്യമല്ലേ, അല്ലെങ്കിൽ ഒരു മൂന്നാം ശക്തി നമുക്ക് ആവശ്യമല്ലേ. കാരണം മറ്റ് എല്ലാ ജാതി മതസംഘടനകൾക്കും ഒരു ബേസ് ഉണ്ട്, ഒരു പൊളിറ്റിക്കൽ ബേസ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ സ്പേസ് ഉണ്ട്. ഹിന്ദുവിന് മാത്രം ഒരു പൊളിറ്റിക്കൽ സ്പേസ് ഇല്ല എന്ന ഒരു തോന്നലിൽ നിന്നാണ് BJPക്ക് ഇത്ര ആധിപത്യം വരുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അത് തുടർന്നു പോകും, അത് വളരെ വലുതായി വരികയും ചെയ്യും എന്നുള്ളതാണ് ഇന്ന് നമ്മൾ കാണേണ്ടത്.